ഹലോ മച്ചന്മാരെ, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹലോ മച്ചന്മാരെ, നമ്മുടെ ഇതാ തട്ട് വെച്ചിരിക്കുകയാണ്. ഗ്രാനൈറ്റ് എല്ലാം കട്ട് ചെയ്ത് സൈസാക്കി പൊളക്കാൻ തട്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ തേർട്ടിയും കൂടി വെക്കണം. അപ്പോൾ 2 സെക്ഷനായിട്ടാണ് നമ്മൾ തട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം ഈ കാണുന്ന വീഡിങ് ഈ സൈഡിലായിട്ട് നമ്മൾ മോൾഡേജ് ചെയ്ത് വെക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം വെള്ളം പുറത്തേക്ക് വരാണ്ട് നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം 2 പാർട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ബേസിൻ്റെ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു കൊതയെടുത്തിട്ട് ഇറക്കി വെക്കേണ്ട പരിപാടിയാണ്. ഇതാണ് നമ്മൾ വെക്കുന്ന ബേസിൻ. സ്റ്റീലിൻ്റെ ബേസിനാണ്. അപ്പം 24x18 നമ്മൾ സെറ്റാക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ബേസിനാണ്. നല്ല വീതിയും കാര്യങ്ങളുണ്ട്, നല്ല കുഴിയുണ്ട്, നല്ല കിടക്കാച്ചി ബേസിനാണ്. നല്ല കുഴിയിലെ ബേസിനാണ്. എങ്ങനെ വെള്ളം വെച്ചാലും നല്ല സെറ്റായിട്ട് നടുക്കന്നെ വരും. ആടുകളിൽ തങ്ങി നിൽക്കില്ല. അതുകൊണ്ട് ഈ ബേസിനാണ് നമ്മൾ സെറ്റാക്കാൻ പോകുന്നത്. അധികം വീട്ടിൽ കാണുന്ന ബാത്റൂമിൽ കാണുന്ന ഒരു പ്രശ്നമാണ് ഈ കല്ല് പുറത്തേക്കുള്ളത്. അപ്പോൾ അത് നമ്മൾ കുത്തി സെറ്റാക്കി അത് സിമെൻറ്റ് വെച്ച് അടച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇന്ത്യൻ ക്ലോസറ്റാണ് അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെറിയ വർക്ക് ഉണ്ടായിരുന്നു, അതായത് കുത്താനുണ്ടായിരുന്നു. അവിടെ തെറിക്കുന്നതുകൊണ്ട് അത് പൊത്തി വെച്ചേക്കാണ്. അപ്പം ഇതാണ് 2 ബാത്റൂമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ബാത്റൂം ഇന്നലെ കാണിച്ചിരുന്നു, അതുകൊണ്ട് അതൊന്നും കാണിക്കാതെ. തട്ട് സാധാ തട്ടാണ്. അപ്പം ചെറിയ ഷാമ്പർ കൊടുത്തിട്ട് സൈഡ് പോളിഷ് ചെയ്ത് വിട്ടു. 45 അടിച്ചില്ല. പിന്നെ ഇത് നമ്മളിവിടെ ജോയിൻ്റ് ആകും. ജോയിൻ്റ് ആക്കിയിട്ട് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പോളിഷ് ചെയ്യാറുണ്ട്. പോളിഷ് ചെയ്തിട്ട് നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. നമ്മൾ പീസ് ഒട്ടിക്കുന്നത് 45 അല്ല, മറ്റേ നമ്മളെ 310 നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ 310 അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോളിഷ് ചെയ്തിട്ട് വേണം നമുക്കിത് ഒട്ടിക്കാൻ വേണ്ടി. മാച്ച് ടൈറ്റന്നെ കിട്ടിയിട്ടുണ്ട്. ബേസിൽ ഫിറ്റാക്കി അടുക്കാച്ചാക്കിയിട്ടുണ്ട്. പൊളിയല്ലേ? ഓക്കെ.